സ്നാക്സ് തിന്നാൻ ഒരു മോഹം. നല്ല മഴയ്ക്കുള്ള കോളൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ മഴ അങ്ങനെ കനത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പലഹാരം കൂടി ആക്കുവാണെങ്കിൽ മഴയൊക്കെ ആസ്വദിച്ച് ചായയും കുടിച്ച് സ്നാക്സ് കഴിക്കാൻ അടിപൊളിയായിരിക്കൂലേ. അപ്പൊ അതുകൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല. ആ കൂടെ അടുക്കളയിൽ രണ്ടേ രണ്ട് സാധനങ്ങളേ ഉള്ളൂ, ദീസ് ടു ബനാനാസ്. അതുകൊണ്ട് ബനാന വെച്ചിട്ട് നമ്മൾ സിമ്പിൾ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമ്മളൊരു ബൗൾ വെച്ചു. പിന്നെ നമുക്ക് സാധാരണ എല്ലാവരും മൈദയിലാണ് ഉണ്ടാക്കാറുള്ളത്, പക്ഷെ നമ്മൾ നമ്മുടെ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലധികം മൈദ ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് നമ്മൾ ആട്ടപ്പൊടി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആകെ 2 പഴമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒത്തിരി ആട്ടപ്പൊടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ആട്ടപ്പൊടി നമ്മളിലേക്ക് ഇടുന്നു. നമുക്ക് നോക്കാം, ഈ ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ എടുക്കാം. എന്നിട്ട് നമ്മളൊരു ഇച്ചിരി ഉപ്പൊഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കുക. നമ്മളിത് ഉണ്ട കെട്ടാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, ഒരു ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട്. നമ്മളൊരു ഇച്ചിരി പഞ്ചസാര കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചു. ഈ സമയം കൊണ്ട് നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, പഴം റെഡിയാക്കൽ. ആദ്യം പഴം നമ്മൾ തൊലി കളഞ്ഞെടുത്ത് നമ്മുടെ 2 പഴം റെഡിയായി. ഇനി നമുക്കിത് കീറിയെടുക്കാം. ഇത്രയും ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമുണ്ടോ എന്നൊരു പക്ഷെ തോന്നിയേക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ 2 ഗുണം. 1, നമുക്കിത് കടിച്ച് തിന്നാനുള്ള ഒരു സുഖം ഉണ്ടാവും. 2, എണ്ണ ലാഭിക്കാം. അങ്ങനെ നമ്മുടെ പഴം എല്ലാം നുറുക്കി എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിതിന് നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സിലേക്ക് നമ്മൾ മിക്സ് ആക്കാൻ പോകുന്നു. ഇനി തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഈ പഴം ഇട്ട് കൊടുക്കുകയാണ്. എന്നെപ്പോലെ ഇത് ഒന്നിൻ്റെ മണ്ടയിലായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ലാസ്റ്റ് വലിച്ചു പൊട്ടിച്ചെടുക്കേണ്ടി വരും. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു ഭംഗി കുറവുണ്ടാവും. അങ്ങനെ ഒരു സൈഡ് ബ്രൗൺ ആയപ്പോൾ നമ്മൾ പിന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. 2 സൈഡ് സെറ്റായി വന്നപ്പോൾ നമ്മളിത് പെട്ടെന്ന് വറുത്ത് കോരുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്ത സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് പോവുക. ഒരു സൈഡിൽ പഴംപൊരി അങ്ങനെ റെഡി ആകുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നാലേ കാര്യം നടക്കുള്ളൂ. അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്സും ചായയും റെഡി ആയിരിക്കുകയാണ്. നമ്മൾ മഴയെ പ്രതീക്ഷിച്ചാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയതെങ്കിലും നിർഭാഗ്യവശാൽ മഴ നമ്മളെ പറ്റിച്ചത് കൊണ്ട് നമ്മൾ അകത്ത് തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. ഏതായാലും ടേസ്റ്റ് സൂപ്പറായിരുന്നു, നല്ല ക്രഞ്ചി ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ചുമ്മാ പറയല്ല, അടിപൊളിയായിരുന്നു.